ഞാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികൾ മാത്രമല്ല, കോളേജിൽ പഠിക്കുന്നവരോ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നവരോ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹൈ റേഞ്ചിൽ ഇടുക്കി ജില്ലയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ, എൻ്റെ പിതാവിന് അത് മേടിച്ചു തരുവാനുള്ള സാമ്പത്തികമില്ലാതെ, എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു. എൻ്റെ അമ്മ തോട്ടത്തിൽ കൊളുന്തു നുള്ളുന്ന 3 രൂപ 30 പൈസയ്ക്ക് ഒരു ദിവസം കൂലിപ്പണിക്ക് പോയൊരമ്മയാണ്. എന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അധ്യാപകരൊക്കെ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങി തന്നൊക്കെയാണ് അന്ന് ഞാൻ പഠിച്ചത്. രാവിലെ 8 കിലോമീറ്റർ, വൈകിട്ട് 8 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് എൻ്റെ 10ാം ക്ലാസ് പഠനകാലം. 51 പേര് SLC എഴുതി, 47 പേരും തോറ്റുപോയി, 4 പേര് പാസ്സായതിൽ ഒരാളായിരുന്നു ഞാൻ. മാർക്ക് നിങ്ങൾ കേൾക്കണ്ടേ, 213 മാർക്ക്. അന്ന് ജയിക്കാൻ 210 മതി, 3 മാർക്ക് കൂടുതൽ. ഇതാണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ ഭാവി പഠനങ്ങൾ, അതായത് ഉപരിപഠനങ്ങൾക്കൊന്നും എനിക്ക് നിവൃത്തിയില്ല. ഒന്നാമത്തെ ഹൈ റേഞ്ചിലാണ്, ഇവിടെ ഒരു കോളേജുകൾ പോലും ഇല്ല, ട്യൂട്ടോറിയൽ കോളേജൊക്കെ ഉള്ളൂ, എനിക്ക് പഠിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ എൻ്റെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. എൻ്റെ അമ്മയിലൂടെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, യേശുവിൻ്റെ മകനായി. എൻ്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ എൻ്റെ പഠനങ്ങൾക്കെല്ലാം പിന്നെ മാറ്റമുണ്ടായി. അതിനുശേഷം എനിക്ക് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ ഡിഗ്രി എടുക്കുവാനും, തിരുവല്ല ഷാരോൻ ബൈബിൾ കോളേജിൽ നിന്ന് എനിക്ക് തിയോളജിയിൽ ഡിഗ്രി എടുക്കുവാനും, അതിനുശേഷം സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും ഒക്കെ കോളേജുകളിൽ ഓൺലൈനിലൂടെ കറസ്പോണ്ടൻ്റ് കോഴ്സിലൂടെയൊക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുക്കാൻ ദൈവം കർത്താവിൻ്റെ മകനായി തീർന്ന ഒറ്റ കാരണത്താൽ, യേശുവിൻ്റെ പ്രിയ മകനായി തീർന്ന കാരണത്താൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായി ഈ കാണുന്ന പുസ്തകങ്ങളും ഈ പാരിതോഷികങ്ങളും ഈ അവാർഡുകളും മൊമെന്റോസും എല്ലാം സർവശക്തനായ ദൈവം എനിക്ക് തന്നു. ഞാനിത് വിദ്യാർത്ഥികളോട് എന്താ പറയുന്നറിയോ? നിങ്ങൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലേ, നിങ്ങൾക്ക് പുസ്തകം മേടിക്കാൻ നിവൃത്തിയില്ലേ, എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക. ദൈവം വഴികൾ തുറക്കും. ഒന്നുമില്ലാതിരുന്ന ഒരു പൂജ്യത്തിൽ നിന്ന് ഞാൻ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ 2 മക്കളും എത്രത്തോളം അവർക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം അവരെ പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും, ഇന്ന് ഞാൻ അവരെ നീ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പറയുന്ന ആളാണ് ഞാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോട് പറയുന്നത്, പഠിക്കണം, അവസാന ശ്വാസം വരെ പഠിക്കണം. ദൈവം എനിക്ക് തന്ന ബുക്സ് എൻ്റെ ഒരു സമ്പാദ്യമാണ്, ഈ കൊച്ചു ലൈബ്രറി. ഞാൻ എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, മുട്ടുമടക്കും. ഇതെൻ്റെ ലൈബ്രറി മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനാ മുറി കൂടിയാണ്. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ പാദപീഠത്തിലാണ്. ഞാൻ ഈ കൊച്ചു വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എൻ്റെ കൂടെ ഭാവി വിദ്യാഭ്യാസത്തിനായി, ഉപരിപഠനത്തിനായി ദൈവം വാതിലുകൾ തുറക്കണം, പഠിക്കാൻ ബുദ്ധി തരണം, പഠിക്കാൻ കൃപ തരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജാതിയോ മതമോ നിങ്ങളുടെ സഭയോ നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒന്നും വിഷയമല്ല. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വീഡിയോ കാണുന്ന, ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉപരിപഠനത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും വഴികളൊന്നുമില്ലാതെ ഭാരപ്പെടുന്നവർ, പഠിക്കാൻ ഫീസ് കൊടുക്കാൻ കഴിയാത്തവർ, പല വിധത്തിലുള്ളവരുണ്ട്. അപ്പാ പ്രാണനാഥനെ, അവരെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, വഴികൾ തുറക്കണം. അടിയൻ പ്രാർത്ഥിച്ചപ്പോൾ
ഒന്നുമില്ലായ്മയിൽ അടിയന് വേണ്ടി വഴികൾ തുറന്നൊരു ദൈവമുണ്ട്. അത് അടിയന്റെ സാക്ഷ്യമാണ്. അത് കേൾക്കുന്നവർക്ക് വേണ്ടി അടിയൻ ആ സാക്ഷ്യം പങ്കിടുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ ഞാൻ ഉയർത്തുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവത്തെ ഉയർത്തുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും, കുടുംബങ്ങളെയും, മാതാപിതാക്കളെയും, വിദ്യാർത്ഥികളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ എഴുതിയിട്ടിരിക്കുന്നവർക്ക് നല്ല ജയം കൊടുക്കണം. പല സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് കർത്താവ് യൂണിവേഴ്സിറ്റികളിൽ വാതിലുകൾ തുറക്കണം. പഠിക്കുവാൻ ബുദ്ധി കുറവാണ്, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പരീക്ഷയിൽ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളവരുണ്ട്. തമ്പുരാനെ, അവർക്ക് ദൈവ ഉയരത്തിൽ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണം. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണം. നന്മകളാൽ അവരെ നിറയ്ക്കണം. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. പൈശാചികമായ പോരാട്ടങ്ങളിൽ നിന്ന്, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന്, എല്ലാ ടെൻഷനുകളിൽ നിന്ന്, എല്ലാ ഡിപ്രഷനിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കണം. പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കാൽവരി ക്രൂശിൽ പിശാചിന്റെ തല തകർത്ത യേശുക്രിസ്തു അധികാരത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണം. വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.